ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു പ്രത്യേക വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവരും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ നിങ്ങളെൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനാൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ വീണ്ടും എനിക്ക് സപ്പോർട്ടാകണമെന്ന് പറയുന്നു. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിലേ എനിക്കിതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാനും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ജാതി ആസ്പദമാക്കിയുള്ള പുലയ സമുദായത്തിൽപ്പെട്ട വ്യക്തിയെക്കുറിച്ച് ഇവിടുത്തെ സംഘപരിവാർ സമുദായ സംഘടനകളൊക്കെ അതിനെതിരെ കുറച്ച് സംഘപരിവാർ ഹാൻഡിലുകൾ അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഗായകൻ, റാപ്പ് ഗായകൻ വേടനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു മാസക്കാലം സ്റ്റേജുകളിലൊക്കെ പെർഫോമൻസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. അതിന് കാരണം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാനത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല ആരെയും. അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കോടതി തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാർ ചാനലുകൾ മൊത്തം അദ്ദേഹത്തിനെതിരെ കൈകാര്യം ചെയ്യുന്നത്. അതിന് ഇവിടുത്തെ ദലിത് പട്ടികജാതി മതന്യൂനപക്ഷ പിന്നോക്കരൊക്കെ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ദലിത് സമൂഹം അതിന് എതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള ആഭാസത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ജീവിതം അയാൾ തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത ഒരു കാലത്താണ് അയാളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് 31 വയസ്സ് പോലും ആയിട്ടില്ല. ആ ഒരവസ്ഥയിൽ ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയൊക്കെ, അത് ചെറുപ്പക്കാരനെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനല്ല, ഒരു ദലിത് സമൂഹത്തിൽപ്പെട്ട ഉൾപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇച്ചിരി ഉയർച്ചയിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ തകർത്ത് കളയാം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ദലിത് സമൂഹങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എന്തായി തീരും എന്ന് കൃത്യമായിട്ടറിയാവുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയുള്ള അലിഗേഷൻസൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹം കൃത്യമായിട്ടും അതിനുള്ള മറുപടിയും കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. നിങ്ങളാൽ കഴിയുന്ന മറുപടികൾ എല്ലാവർക്കും കൊടുക്കുക. കാരണം നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പ്രത്യേകിച്ച് ദലിതന്മാരാരും അങ്ങനെ ഒരു ദലിത് പ്രസ്ഥാനങ്ങൾ എങ്ങും ഞാൻ കേട്ടിട്ടില്ല വയലൻ്റായിട്ട് ഇങ്ങനെ ആർക്കും എതിരെ ഒരു പോസ്റ്റർ ഇടുന്നത്. കാരണം ഇവിടുത്തെ സംഘപരിവാർ ഹാൻഡിലുകൾ കൃത്യമായിട്ടും പറയുന്നു, ജാതി പറയുന്നു എന്നാണ്. അതുകൊണ്ട് വേടൻ ഇതുവരെ ഞാൻ എങ്ങും കേട്ടിട്ടില്ല ജാതി പറഞ്ഞ് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും, ഇന്ന ജാതിക്കാരനാണ് ഞാൻ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയനല്ല, പുലയനല്ല, പാണനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ ഒരു ഡാഷുമില്ല. ആ ഒരു വാക്കിൻ്റെ മൂർച്ച, ആ ഒരു പദം നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ടും പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു തെറിയാണ് അത്. ആ ഒരു വാക്ക് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ മൂർച്ച നമ്മൾ കണ്ടു. ഇത്ര ഹാലിളകേണ്ടിയ ഒരു ഗതികേട് ഈ സംഘപരിവാറിന് ഉണ്ടായിട്ടില്ല. ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഉപയോഗിച്ചപ്പം കൃത്യമായിട്ട് മുറിവേറ്റ സമൂഹമാണ് ഇന്ന് സംഘപരിവാറുകാർ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ നമുക്ക് അവർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടുത്തെ ദലിത് സമൂഹം കൃത്യമായിട്ടും അത് ശ്രമിക്കണം. അതിനെക്കുറിച്ച് ഇവിടുത്തെ ദലിത് സംഘടനകളും ദലിത് സമൂഹവും ചിന്തിക്കണം. പിന്നെ ഇതുപോലെ തന്നെയുള്ള ദലിത് ചിന്തകർക്കൊക്കെ എതിരെയാണ് ഏറ്റവും കൂടുതൽ
ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഈ സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നുണ്ടാകുന്നത്. ഈയിടയ്ക്ക് അനിൽ കൊടിത്തോട്ടത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു സംഘപരിവാർ സഹോദരി നിന്ന് കത്തുന്നതാണ് കണ്ടത്. അവർ ആ തെറി പറയുമ്പോൾ നമ്മളൊക്കെ ചുമ്മാതിരിക്കുക, അതിനെ നമ്മൾ വായി അടച്ച് അങ്ങ് കണ്ണും പൂട്ടി ഇരുന്ന് കേൾക്കുക. നമ്മുടെ കാതിനകത്ത് തീയ ഒഴിച്ച് വെച്ച രീതിയിലാണ് അവളൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ ഒന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ TS ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു പ്രഭാഷകനുണ്ട്. അദ്ദേഹവും ഈ സംഘപരിവാറിനെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നതല്ല, കാരണം കാര്യം കൃത്യമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ഈ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഇന്ത്യയിലെ മതങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും അറിയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അവരില്ലായ്ക ചെയ്യുക എന്നാണ് അവരുടെ ഏറ്റവും വലിയ അജണ്ട. അപ്പം ആ അജണ്ടയിൽ നമ്മൾ ഭാരവാക്കാകരുത്. പ്രത്യേകിച്ച് ദലിത് സമൂഹങ്ങൾ ഉൾപ്പെടുന്ന സംഘപരിവാർ പ്രവർത്തകരെ, സംഘപരിവാറിൻ്റെ അനുഭാവികളായിട്ട് പ്രവർത്തിക്കുന്ന ദലിത് സഹോദരങ്ങളോടാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. ഇവർ നമ്മളെ വെച്ച് നമ്മുടെ സമൂഹത്തിനെ തകർക്കാൻ നോക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സംഘപരിവാർ. പണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. കാരണം ഇവിടുത്തെ ദലിതനെയും പട്ടികജാതിക്കാരനെയൊക്കെ ഇവരൊന്നും ഇതുവരെയും കൂട്ടി യോജിപ്പിച്ചിട്ടില്ല. കാരണം അത് യോജിക്കാൻ പോയി കഴിഞ്ഞാൽ അവരൊന്നും ഇവിടെ കാണത്തില്ല എന്നുള്ള അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് നീയും ഞാനും ഒന്നും ഈ സമൂഹത്തിൽ ഒരിക്കലും വളരരുത്. അഥവാ വളർന്നാൽ തന്നെ നിന്നെ വെച്ച് തന്നെ ഞാൻ നിന്നെ ഉപദ്രവിക്കും എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് എന്നെയും നിങ്ങളെയും തകർക്കുന്നതെന്നും നിങ്ങൾ ആലോചിക്കുക. പ്രത്യേകിച്ച് എൻ്റെ സംഘപരിവാർ സഹോദരങ്ങൾ, ദലിത് സഹോദരങ്ങളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങളൊരു ആക്രമണത്തിന് തുനിയുമ്പോൾ അത് 100 പ്രാവശ്യം ചിന്തിക്കണം. അദ്ദേഹം നമ്മുടെ സമുദായത്തിലല്ല, അല്ലെങ്കിൽ എൻ്റെ സ്വജാതിയാണോ, അല്ലെങ്കിൽ എൻ്റെ വർഗത്തിൽപ്പെട്ടതാണോ, എൻ്റെ രക്തബന്ധം ഉള്ളവരാണോ എന്നൊക്കെ ചിന്തിച്ചതിന് ശേഷമേ നിങ്ങൾ ആ ഒരു പരിപാടിക്ക് ഇതിൻ്റെയൊക്കെ ഈ ദുഷിച്ച പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കാവൂ. ഞാൻ ഒരു ഉപദ്രവകാരിയായ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തെ നോക്കി നടത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആ ഒരു ആഗ്രഹം. കാരണം നമ്മുടെ കുടുംബം, നമ്മുടെ മക്കളും മാതാവും ഒക്കെ സന്തോഷവാന്മാരായി സന്തോഷവതികളും ഒക്കെ ആയിട്ടിരിക്കാനാണ് ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ കൂടുതൽ ആക്രമസക്തരാകാതിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുക, നമ്മുടെ കാര്യങ്ങളെ അറിയുക, നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചറിയുക. ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ക്രൈസ്തവ മതത്തിൽ പോയ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാകാം, നിങ്ങളുടെ അയൽവാസികളൊക്കെ ഉണ്ടാകാം. അപ്പം ഈ ദലിത് സമൂഹങ്ങൾ എപ്പോഴും ദലിത് സമൂഹങ്ങളായിട്ട് തന്നെയാണ് നിന്നിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം ചിലർക്കൊരു സംശയം ഉണ്ടാകും. പലരും അത് ഒരു ചോദ്യമായിട്ട് നമ്മളോട് ഉന്നയിച്ചതാണ്. പിന്നെ ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടി. അതൊക്കെ ശരി തന്നെയാണ്. എൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ്. കാരണം എൻ്റെ രക്തബന്ധത്തിൽ വരുന്നവരെ ആരെയും അത് മാറ്റിമറിക്കുന്നൊന്നുമില്ല എന്നുള്ള ചിന്തയോടെ നമുക്കുണ്ടാകണം. ഞാൻ ക്രിസ്തുവിലായാൽ ഞാൻ പുതിയ സൃഷ്ടി തന്നെയാണ്. അത് എന്നിലുണ്ടാക്കുന്ന ചില സ്വഭാവങ്ങളെ മാറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ എൻ്റെ സ്വജാതിയെ മറക്കണമെന്ന് എൻ്റെ ആ വേദപുസ്തകം എങ്ങും പറയുന്നില്ല. എൻ്റെ സ്വന്തം ജനത്തെ ദൈവം കൈവിടാത്ത ഒരു ദൈവമാണ് ഞാൻ ആശ്രയിക്കുന്നത്. അപ്പം എൻ്റെ യേശുക്രിസ്തു തൻ്റെ സ്വന്തം ജനത്തെ പോലും കൈവിട്ടിട്ടില്ല. അപ്പം നമുക്കും അങ്ങനെ സ്വന്തം ജനത്തെ ഒന്നും കൈവിടാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ സ്വാഭാവിക അറിവാണ്. ആരും നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇനിയിപ്പം അല്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ പിതാവിനെയും മാതാവിനെയും മറക്കാൻ പാടില്ല എന്നുള്ള ഒരു പൊതു തത്വമെങ്കിലും നിങ്ങൾ ഓർക്കണം. ഇല്ല എങ്കിൽ നാളെ എന്ന ഈ ലോകത്ത് എൻ്റെയോ നിൻ്റെയോ വംശങ്ങളൊന്നും നിലനിൽക്കില്ല.
നിങ്ങളിങ്ങനെ അന്യോന്യം മല്ലടിച്ച് മരിക്കുകയേ ഉള്ളൂ. മറ്റവൻ സംഘപരിവാർ അജണ്ടയിൽ ജീവിക്കുന്നവൻ അവനവൻ്റെ കാര്യം ഇടയ്ക്ക് ന്യൂട്രലായിട്ട് നേടിക്കൊണ്ടുപോകും. അത് തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ സംഘപരിവാർ ഹൈന്ദവ മതത്തിലൊക്കെ പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ദലിത് സഹോദരങ്ങൾ അന്യോന്യ സ്നേഹമുള്ളവരായിരിക്കണം. അവൻ ഏത് മതം സ്വീകരിക്കുമോ അത് അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് യാതൊരു തർക്കവുമില്ല. പ്രത്യേകാൽ ഇവിടുത്തെ പുലയ സമുദായത്തിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ഹൈന്ദവരായിട്ടും ക്രൈസ്തവ മതവും സ്വീകരിച്ചിട്ടുള്ളത്. ഇവർ തമ്മിൽ ഇവർക്കാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും ഉള്ളത്. കാരണം പുലയ സമുദായം ഇവിടുത്തെ ടോപ്പ് മോസ്റ്റ് ഒരു സമുദായം തന്നെ. സമുദായം എന്ന് പറഞ്ഞാൽ ഒരു ജാതി തന്നെയാണ്. സമുദായം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സമുദായമല്ല, പല സമുദായത്തിൽപ്പെട്ടവരാണ്, ഒരു ജാതിയാണ്. ഈ ജാതിക്കകത്ത് വേറൊരു ജാതി ഒരിക്കലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഈഴവന് പല ജാതിയുണ്ട്, അവനൊരു സമുദായമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു പുലയന് ഒരു പുലയനേ ഉള്ളൂ, ഒരു സാമ്പവന് ഒരു സാമ്പവനേ ഉള്ളൂ, ഒരു കുറവന് ഒരു കുറവനേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഈ പറയനും പുലയനും ഒരെണ്ണമേ ഉള്ളൂ. അവൻ്റെ സഹോദരങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. പുലയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ സഹോദരങ്ങൾ മാത്രമാണ്, വേറൊരു വർഗം അതിനകത്ത് വന്നിട്ടേ ഇല്ല. സാമ്പവരിലും അത് തന്നെയാണ്. ആ ഒരു വർഗമേ, ഒരു ജാതിയേ ഉള്ളൂ, അതിനകത്ത് വേറൊരു വർഗം വന്നിട്ടില്ല. അപ്പം ഈ പുലയനാണ് ഏറ്റവും കൂടുതൽ, പുലയനും സാമ്പവനുമാണ് ഇവിടെ ഒറ്റയ്ക്ക് ഉള്ള ഒരു ജാതിയായിട്ടുള്ളത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പുലയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ജാതിയേ അല്ല. പിന്നെ അവനവൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ എങ്ങനെയാകണം ജീവിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. മറ്റൊരു സഹോദരൻ അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അദ്ദേഹമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏത് മതം സ്വീകരിച്ചോ അതിനകത്ത് അവർ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിൻ്റെ രക്തബന്ധങ്ങളൊന്നും മാറ്റപ്പെടുന്നില്ല, നിൻ്റെ ജാതി മാറുന്നില്ല, നമ്മുടെ സമൂഹം ഒരിക്കലും മാറുന്നില്ല. പിന്നെ വിശ്വാസത്തിൻ്റെ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും മാറാവുന്ന ഒരു വിഷയമാണ്. പിന്നെ ക്രൈസ്തവ മതത്തെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ അത് അവനവൻ്റെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് ഈ സംഘികൾ അതല്ല പറയുന്നത്. അവരുടെ ഹൈന്ദവ മതം നിന്നു പോകുന്നു. ഈ ഹൈന്ദവ മതം നിന്നു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പുലയനോ പറയനോ കുറവനോ ദലിതനോ ആദിവാസിക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. കാരണം ഒരു ക്ഷേത്രത്തിലെ പൂജ പോലും ഒന്നോ രണ്ടോ, എൻ്റെ അറിവിൽ എനിക്ക് 1-2 പേരെങ്ങാണ്ടേ ഉള്ളൂ എന്നാണ്. അതായത് ടോപ്പ് മോസ്റ്റ് ക്ഷേത്രങ്ങളിലൊന്നും എങ്ങും ഒരു ദലിതനും ഇല്ല. അവരുടെ ക്ഷേത്രത്തിലെ പൂജാരികളോ അങ്ങനെയുള്ള പദവികളിലൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്താ തെറ്റാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല സുഹൃത്തുക്കളെ. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണം, അത് ശരിയാണെങ്കിൽ അതിനും നിങ്ങൾ മറുപടി പറയാം. ഈ അങ്ങനെയുള്ള ഒരു ഒരു ഹൈന്ദവ മതം നിലനിൽക്കണമെന്ന് എനിക്കോ നിങ്ങൾക്കോ, അതായത് ദലിതനോ പട്ടികജാതിക്കാരനോ ഒരു ഒരു മതന്യൂനപക്ഷക്കാരനോ യാതൊരു താല്പര്യവുമില്ല. കാരണം എനിക്കോ നിങ്ങൾക്കോ നിഷേധിക്കപ്പെട്ട ഒരു സമുദായത്തിൻ്റെ ഒരു മതത്തിൻ്റെ ഉൾക്കാമ്പുകൾ നിലനിൽക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. കാരണം അത് ശാഠ്യം പിടിക്കുന്ന അവരാണ്. കാരണം അവർക്ക് വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കാം, അവർക്ക് വെറുതെ ഇരുന്ന് എന്നെ നിങ്ങളെ ഭരിക്കാം. ഇതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. കാരണം നാളെ അവർക്ക് വേണ്ടി അടിമ ജോലി ചെയ്യണമെന്ന് ഞാനും നിങ്ങളും അവർ പറയുന്നത് കേൾക്കണം. ഇതേപോലെ എന്നെ നിങ്ങളെ തല്ലി വേർപിരിച്ചാലേ അത് നടക്കുകയുള്ളൂ. നമ്മളെ പോണക്കുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും സംസാരശേഷിയോ വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഏക ഒരു പ്രസ്ഥാനം ഹൈന്ദവ മതത്തിലെ ഈ
സനാതനധർമ്മികൾ മാത്രമാണെന്ന് നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഈ കാണുന്ന നമ്മുടെയൊക്കെ ആദരണീയരായ നേതാക്കന്മാർക്കെതിരെ ഇവർ തിരിയുന്നത്. ഈ സനാതനധർമ്മികൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും നമ്മളും ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ദലിതനും പട്ടികജാതിക്കാരനും എല്ലാം അവനെ ആരാണെന്ന് പോലും ചിന്തിക്കാതെ ചാടി വീഴുന്ന ഒരു പ്രവണതയുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങളത് കൃത്യമായിട്ട് ഇനി നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ ഇനി എൻ്റെയും നിങ്ങളുടെ സമൂഹം ഇവിടെ ഈ ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് വരികയില്ല, അതേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ജാതി ഇപ്പോൾ കൃത്യമായിട്ടും പറയാൻ ഉദ്ദേശിച്ചാണ് ഞാൻ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ജാതി പറഞ്ഞില്ല എങ്കിൽ ഇവർ നമ്മളെ കൊണ്ട് ജാതി പറഞ്ഞ് ജാതിക്കാർഡ് ഇറക്കുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജാതിക്കാർഡ് തന്നെ അങ്ങ് ഇറക്കാം എന്നുള്ള ധാരണയിലാണ് ഇപ്പം സംസാരിക്കുന്നത്. നിങ്ങൾ ജാതിക്കാർഡ് ഇറക്കി കളിക്കാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കാതിരുന്നപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ ജാതിക്കാർഡ് ഇറക്കിയാണ് കളിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജാതിക്കാർഡ് തന്നെ ഇറക്കി കളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് കൂടെ ഒന്ന് അറിയണ്ടേ. ഇവിടുത്തെ 3 രൂപയ്ക്ക് തിരുനക്കരയിൽ നിന്നും അടിമകളെ വ്യാപാരം ചെയ്തത് ഇവിടുത്തെ സവർണനെയൊന്നുമല്ല, ഇവിടുത്തെ അവർണനെ തന്നെയാണ് അടിമ വ്യാപാരം ചെയ്തത്. വീണ്ടും അത് തന്നെ കൊണ്ടുവരണമെന്ന് ഇവർ ആ ശാഠ്യം പിടിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഇവിടുത്തെ ദലിതനും പട്ടികജാതിക്കാരനും ഒക്കെ ചിന്തിക്കുക. നിങ്ങളെപ്പോണക്കുള്ള ആൾക്കാരെ വെച്ച് വീണ്ടും വീണ്ടും നിങ്ങളെ വിൽക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ അതിനുള്ള ഒരു പുതിയ ഒരു വേദി ഒരുക്കരുത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ചിന്തയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണ് ഓരോന്നോരോന്നില്ലാതെ വന്നു കഴിയുമ്പോൾ, ഇപ്പം ഇന്ത്യൻ ഭരണഘടന കുറച്ച് കഴിയുമ്പോൾ അവർക്കൊന്ന് മാറ്റണമെന്ന് തോന്നും. അപ്പം ആ ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന അവകാശങ്ങളൊക്കെ ഇപ്പോഴേ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ കുട്ടികളും വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, അവരും ഞങ്ങളും എല്ലാം ഒന്നിച്ച് ഒരേ ബെഞ്ചിലിരുന്നാണ് എഴുതുന്നത്. ഈ ഒരേ ബെഞ്ചിലിരുന്ന് എഴുതാൻ ഏതവസരത്തിലാണ് നമുക്ക് ഉണ്ടായെന്നും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എനിക്ക് നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല, 100 വർഷം പോലും തികയുന്നില്ല. അതിന് മുമ്പേ ഇവന്മാർ ഇപ്പോഴേ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ ആചാര്യന്മാർ, നമ്മുടെയൊക്കെ ചരിത്ര നേതാക്കന്മാരെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊട്ടും വിദ്യാഭ്യാസം ഇല്ല എങ്കിൽ ഞാനും നിങ്ങളും എങ്ങനെ ഈ സമൂഹത്തിൽ ഇനിയും ജീവിക്കുമെന്നും നമ്മുടെ പുതുതലമുറകൾ ഏത് രീതിയിലായിത്തീരുമെന്നും നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി നാം കൃത്യമായിട്ടും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കണം. കാരണം ഈ സനാതനധർമ്മവാദികൾ വീണ്ടും നമ്മളെ ആ അടിമക്കച്ചവടത്തിലേക്ക് തള്ളിവിടുകയാണ്. എൻ്റെ ദലിത് സഹോദരങ്ങളെല്ലാം കൃത്യമായിട്ടും ഇതിന് ചെവിയും കണ്ണും പൂർണ്ണ ബുദ്ധിയോടും നിങ്ങൾ തീർച്ചയായിട്ടും ഇരുന്നില്ല എങ്കിൽ ഒരു 15-20 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭരണഘടന ഇവന്മാരെ മാറ്റിയിരിക്കും. കാരണം നിങ്ങളിന്ന് ഇലക്ഷൻ കമ്മീഷനെയൊക്കെ കാണുന്നുണ്ടല്ലോ, ഇലക്ഷൻ എങ്ങനെയാണ് ജയിക്കുന്നതെന്ന്. തോക്കേണ്ടിയ സ്ഥലത്ത് ഈ കേരളത്തിൽ ഇന്നേ വരെ BJP ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ജയിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്തടത്ത് എങ്ങനെ വോട്ട് കേന്ദ്രീകരിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലാണ് നിങ്ങളും കൂടിയിരിക്കുന്നതെന്ന് നിങ്ങളുടെ ചിന്ത ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായി ഒരു 10 ഇവിടെ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത ഒരു 10 വർഷം കൂടെ ഇവർ ഭരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഭരണത്തെ കുറ്റം പറയുന്നില്ല, കാരണം ഇനി അത് ഇന്ത്യൻ ഭരണഘടനയിലെ 4-ൽ 3-ൽ 2 ഭാഗം ഇവരുടെ കൈവശം ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വേണ്ടാന്ന് വെക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സംഘപരിവാർ പ്രസ്ഥാനം. അതുകൊണ്ട് എൻ്റെ ദലിത് സഹോദരങ്ങൾ പ്രത്യേകിച്ച് ദലിതനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഞാനും ദലിതനാണെന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ ആ വിരൽ സ്വയമേ നിങ്ങൾ മടക്കും. ആ മടക്കാണ് നമുക്ക് ആവശ്യം. നമ്മുടെ സമൂഹം നിലനിൽക്കണമെന്നൊരിക്കലും നമ്മുടെ ജാതിയും നമ്മുടെ സമുദായ രക്തബന്ധവും ഒക്കെ നിലനിൽക്കണമെന്നൊരിക്കലും ഞാനും നിങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒക്കുള്ളൂ. ഇവിടെ സനാതനധർമ്മവാദികൾ ഇവിടെ കയറി വന്ന ആൾക്കാരാണ്. ഇവിടെ തമിഴ്നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. അവൻ്റെ അടുത്ത് ഈ അവന്മാരുടെ സനാതനധർമ്മം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ അടുപ്പിനകത്തിട്ട് ചുട്ടുകളയുകയാണ് ചെയ്യുന്നത്. സനാതനധർമ്മം അല്ല, ഇവിടെ ആദ്യ ദ്രാവിഡ ജനതയാണ് ഞാനും നിങ്ങളുമൊക്കെ. ആ ദ്രാവിഡ ജനതയെ എങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്ന് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊന്നും ഈ സനാതനധർമ്മം എന്താണെന്ന് അവിടുത്തെ സാധാരണപ്പെട്ടവനറിയത്തില്ല. പക്ഷേ അവർ ഭീഷണിപ്പെടുത്തിയാണ്. ഞാനൊക്കെ 10-12 വർഷം നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അവിടുത്തെ കാലാവസ്ഥകളൊക്കെ കൃത്യമായിട്ടറിയാം.
അപ്പം ഈ സനാതന ധർമ്മം വിദ്യാഭ്യാസവും വിവരമൊന്നും ഇല്ലാത്ത പട്ടികജാതിക്കാരനെ പിടിച്ച് നീ നാളെ ഇതിനകത്ത് വോട്ട് ചെയ്യുന്നത്, ഇവിടുത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് പോലും ഇന്നും നോർത്ത് ഇന്ത്യയിലെ ഏകദേശം ഉൾഗ്രാമങ്ങളിലുള്ള ഒരു ദലിത് സഹോദരങ്ങൾക്കും അറിയത്തില്ല പ്രധാനമന്ത്രി ആരാണെന്നും ഇവിടുത്തെ രാഷ്ട്രപതി ആരാണെന്നും ഒന്നും അറിയാത്ത ഒരു സ്റ്റേജാണ്. കാരണം അവിടെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഇനിയും ചെല്ലാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥാനത്താണ് ഇവിടുത്തെ കന്യാസ്ത്രീകളൊക്കെ പോയി ഈ മതം പരിവർത്തനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സംഘപരിവാർ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിദ്യാഭ്യാസത്തിൽ മുൻപിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തെ പോലെയാകും. അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നോർത്ത് ഇന്ത്യയിലെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ സംഘപരിവാറാണ് ഇത് ഉണ്ടാക്കുന്നത്. അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അതിനകത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതും കൂടെ സത്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. അവരെ ഉപദ്രവിക്കുമ്പോൾ അത് ഏത് ജനസിൽപ്പെട്ടതാണെന്നെങ്കിലും ചിന്തിക്കുക, എൻ്റെ സഹോദരനാണോ എന്ന് പോലും ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോഴാണ് നമുക്കിവിടെ ഒരു പൂർണ്ണ അടിത്തറ കെട്ടിപ്പൊക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ അഭിപ്രായത്തോട് ഇവിടെ പറയുന്നു. നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും വീണ്ടും നമുക്ക് കൂടുതൽ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മുടെ സ്വജാതിയെക്കുറിച്ച് തന്നെ ഞാൻ കൂടുതൽ ഇനി പറയാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഇവരെ ഒന്നും നമ്മൾ പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മുടെ ഒരു സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ന് പറയുന്നത് അവർ ജാതിക്കാർഡ് ഇറക്കുക എന്നാണ്. ഈ ജാതിക്കാർഡ് എന്താണെന്ന് അതിൻ്റെ വില എന്താണെന്ന് നമുക്ക് അവരെ കാണിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും പ്രത്യേകിച്ച് ദലിത് സഹോദരങ്ങൾ അത് കണ്ട് അതിനെതിരെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ വീഡിയോ. വീണ്ടും അടുത്ത ഇതേപോലെ തന്നെ വേറെ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത് എനിക്ക് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇത്രയും കൂടുതൽ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഞാനിത് എഡിറ്റ് ചെയ്യാതെ തന്നെയാണ് ഇടുന്നത്. കാരണം അതുകൊണ്ടാണ് ചില പ്രശ്നങ്ങളൊക്കെ തെറ്റുവന്ന് അതുപോലെ തന്നെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ തെറ്റുകളൊക്കെ ഉണ്ട്, ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. ചില കാരണങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇത് ലൈവ് ചെയ്യുന്നതിന് തുല്യമാണ് ഇതും ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഞാൻ ഒരു എഡിറ്റിങ്ങും ചെയ്യുന്നില്ല. കാരണം എനിക്ക് അറിയാൻ വയ്യാഴികയല്ല, ഞാനത് ചെയ്യുന്നില്ല. ഞാൻ നാച്ചുറലായിട്ട് എന്ത് പറയുന്നു അത് തന്നെ മാത്രമാണ് ഞാനിതിടുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ട് എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരണം. വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് നന്ദിയുണ്ട്. നമസ്കാരം.